ഡ്രാക്കുള പള്ളി അഥവാ ലൂസിഫർ പള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ചിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 15 JC വിൽക്കി എന്ന ബ്രിട്ടീഷുകാരനാണ് ഈ ഒരു ദേവാലയം പണിതത്. ഏകദേശം 18 വർഷങ്ങൾക്ക് മുമ്പ് പീരുമേട് ടീ കമ്പനി തൊഴിലാളി സമരങ്ങളും മറ്റ് പ്രശ്നങ്ങളും കൊണ്ടും പ്രവർത്തനരഹിതമായി. കമ്പനിയുടെ വസ്തുവകകൾക്കൊപ്പം പുതുക്കടയിൽ ഗോതിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയും ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. ചരിത്രത്തിലേക്ക് നിശബ്ദമായി പോകാനായിരുന്നു ഈ പള്ളിയുടെയും വിധി. ഓരോ സഭക്കാർക്കും ഓരോരോ ദേവാലയങ്ങളായതോടെ ആരും ഇങ്ങോട്ട് വരാതായി. അങ്ങനെ ഈ ഒരു പള്ളി കാട് പിടിച്ച് നശിച്ച്. അങ്ങനെയാണ് ഈ പള്ളിക്ക് ഡ്രാക്കുള പള്ളി എന്ന് പേര് വീഴുന്നത്. അങ്ങനെ 2016 ആയപ്പോഴേക്കും പുതിയൊരു വികാരിയച്ഛൻ ഈ ഒരു പള്ളിയിൽ ചാർജ് എടുത്തു. വീണ്ടും ആ പള്ളിയിൽ ആരാധനയൊക്കെ തുടങ്ങി. അതിനുശേഷമാണ് ഈ പള്ളീനെ സിനിമ ഷൂട്ടിങ്ങിനായിട്ട് അതിൻ്റെ അണിയറ പ്രവർത്തകർ സമീപിക്കുന്നത്. അങ്ങനെ ഈ പള്ളിയുടെ പുതിയൊരു പ്രൗഢകാലമാണ് അവിടെ ആരംഭിച്ചത്. ലൂസിഫർ സിനിമ ഇറങ്ങിയതോടെ അതിലുള്ള ആ ഒരു പള്ളിയും പരിസരവും കാണാനായിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ദിവസവും വന്നു പോകുന്നത്. അങ്ങനെ നമ്മുടെ നിർത്തിപ്പോയ ആ ഒരു ടീ ഫാക്ടറി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പള്ളിയുടെ ചെറിയൊരു ബോർഡ് കാണാം. നമുക്ക് ഗൂഗിൾ മാപ്പിട്ട് പോയാലും ഈ ഒരു കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വന്നെത്തും. ഞാൻ പോയ റൂട്ട് മാപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആ വഴി ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം ആ ഒരു വഴി പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാണാനായിട്ട് നമുക്കുണ്ട്. മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലായിട്ടാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് സൈഡിലുള്ള ആ ഒരു ബോർഡ് നോക്കി നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വഴി തെറ്റിയിട്ട് വേറെ ഏതെങ്കിലും പള്ളിയിലൊക്കെ നമ്മൾ ചെന്ന് കയറും. കാരണം ഈ ഒരു പ്രദേശത്ത് ഒരുപാട് പള്ളികളുണ്ട്. അങ്ങനെ നടന്ന് ചെന്നപ്പോഴേക്കും ആ പള്ളി എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. നല്ല അടിപൊളി വൈബാട്ടോ. കാരണം ആ ഒരു പള്ളിയുടെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ തന്നെ നല്ല രസമാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ ഒന്ന് വന്ന് പോകേണ്ടതാണ്. നമുക്കിനി ആ ഒരു പള്ളിയും അതിൻ്റെ പ്രദേശം ഒന്ന് കാണാം. ഗോത്തിക് ശൈലിയിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഗോത്തിക് ശൈലി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. 12ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഉയരമേറിയതും ഒതുങ്ങിയതുമായ പള്ളികൾ നിർമ്മിക്കുന്ന ഒരു ശൈലിയാണ് ഗോത്തിക് ശൈലി. ഉപ്പുതറ ഏലപ്പാറ റൂട്ടിൽ ചീന്തലാർ പുതുക്കട 2ാം ഡിവിഷനും സമീപമാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. തോട്ടത്തിനിടയിലുള്ള ഈ ഒരു പള്ളിയുടെ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ വളരെ മനോഹരവുമാണ്. കാഴ്ചയുടെ ഒരു പുതു സ്വർഗം തന്നെ ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ് നമ്മളുടെ ഈ ഒരു ലൂസിഫർ പള്ളി. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി.
ആ ഒരു പള്ളി കണ്ടു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമാണ് പുതിയൊരാളിലേക്ക് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ യൂട്യൂബ് തന്നെ എത്തിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.